പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ സമ്പാദ്യം, അതായത് ഒരു 4 നാണയങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ സാമ്പത്തികത്തിലായിരുന്നാലും കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ അതിനെയൊക്കെ സമ്പത്തിനെയൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരുമായിട്ട് ഒരു സമീപനവും ഇല്ല, ഒരു ബന്ധവും പുലർത്താത്ത ഒരവസ്ഥയാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്ന അവസ്ഥ. അതായത് വേണ്ട വിധത്തിൽ പണം ചിലവഴിക്കുമ്പോൾ ഓരോന്നും നമ്മൾ എത്ര രൂപ ചിലവഴിച്ചു എന്ന് നിങ്ങളതിൽ കണക്കാക്കി നിങ്ങൾക്കൊരു സന്തോഷം വരാത്ത ഒരു ദിവസമായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണെന്ന് പറഞ്ഞപ്പോൾ 5 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ പല സംഘട്ടനങ്ങളിലും പല സംഘർഷങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജോലി സ്ഥലത്തായിരുന്നാലും കുടുംബപരമായിരുന്നാലും സുഹൃത്തുക്കളായിരുന്നാലും ചില കാര്യങ്ങളിൽ അവരുമായിട്ട് ചില തർക്കങ്ങൾ അത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നയതന്ത്രപരമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചില കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ചില സംരംഭങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ തൊഴിലാളികളുമായിട്ടോ മറ്റവരുമായിട്ടോ നിങ്ങൾ ചില തർക്കങ്ങളിലോട്ട് ഇടപെടേണ്ടി അവരുമായിട്ട് അനുയോജ്യമായിട്ട് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്താൽ അത് വിജയത്തിൽ എത്തും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 8 കപ്പുകൾ സമാന്തരമായിട്ട് ചേർത്ത് വെച്ച് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരവസ്ഥ. നിങ്ങൾ ഇന്ന് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വേദനയെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ദിശയിലേക്ക് നിങ്ങൾ പോവുകയാണ്. ആ ദിശ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും ഉയർന്ന ഒരു നന്മയെ സേവിക്കുന്ന ഒരു കാര്യത്തിനായിരിക്കും നിങ്ങൾ പോകുന്നത്. ചില ഭയപ്പെടുത്തുന്നതോ മറ്റുള്ള കാര്യങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുക. എന്നാലും നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള മാർഗനിർദ്ദേശത്തിൽ വിശ്വസിക്കാനും വരാനിരിക്കുന്ന അവസരങ്ങൾ സ്വീകരിക്കാനും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു. നല്ലത് മാത്രം വരട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു.